ഇപ്പൊ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴ് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ മനസ്സിലായി മറ്റേ മഞ്ഞുമൽ ബോയ്സിന്റെ അവസ്ഥയാവുമോ? സുഭാഷ് ഈ നടത്തി എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉത്തരവാദിയാണ്. ഹലോ ഫ്രണ്ട്സ്, ഹായ്. ആദ്യമായിട്ടായിരിക്കല്ലേ കാണുന്നത്? കൂട്ടത്തിൽ ആദ്യമായിട്ടല്ല, വീഡിയോയിൽ ആദ്യമായിട്ടാണ്. അതെ. ഇന്ന് നമ്മളുള്ളത് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ളൊരു ട്രെക്കിംഗ് സ്പോട്ടിലേക്കാണ്. ഇവിടുത്തെ അത്യാവശ്യം നല്ലൊരു ഫേമസ് ആയിട്ടുള്ളൊരു ട്രെക്കിംഗ് സ്പോട്ടാണിത്. എന്താ പറയുക, ഫാൽസൻഫെഡ് എന്നാണ് ഇതിൻ്റെ പേരെന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് വെറും ഒരു 7 മിനിറ്റേ ഉള്ളൂ നമുക്ക് ട്രാവൽ ചെയ്ത് ഇവിടോട്ട് വരാനായിട്ട്. അതായത് ബ്ലാക്ക് ഫോറസ്റ്റിന്റെ ഒരു ഭാഗം തന്നെ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു വില്ലേജ് ആ ഒരു ടൈപ്പിലാണ് താമസിക്കുന്നത്. നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു വില്ലേജ് ടൈപ്പ് ഏരിയയിലാണ് താമസിക്കുന്നത്. അപ്പം ഇവിടെ ഞങ്ങളുടെ നെയ്ബേഴ്സിനോടൊക്കെ സംസാരിച്ച് വെച്ചിട്ട് അവർ പറയുന്നത് മില്യൺസ് ആൻഡ് മില്യൺസ് ട്രക്കിംഗ് സ്പോട്ടുകൾ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അതിലെ ഒരു ട്രക്കിംഗ് സ്പോട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അവിടെ പോകാൻ വേണ്ടി നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് ബെർലിനിൽ നിന്ന്, അതായത് ജർമ്മനിയുടെ അങ്ങേ അറ്റത്തു നിന്ന് ഇങ്ങേ അറ്റത്ത് ഈ ട്രക്കിങ്ങിന് വേണ്ടി വന്നാണോ? എന്ത് വലിയ സംഭവം വിളിച്ചോണ്ട് വന്നതാണ്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അതെ, ഞങ്ങൾക്കറിയാവുന്ന ഒരു ജർമ്മൻ ഫാമിലി പറഞ്ഞു തന്നെയാണ് ഈ ട്രക്കിംഗ് സ്പോട്ട്. അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ ആദ്യം ഇവിടെ പോകും, അടുത്തല്ലേ എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് കുറെ ട്രക്കിംഗ് സ്പോട്ട് ഉണ്ട്. പിന്നെ ഇവിടെ ജർമ്മനി വന്നാല് ജർമ്മൻകാരുടെ ഏറ്റവും വലിയൊരു സമ്മർ ആയി കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ വിനോദമായിട്ട് അവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ട്രക്കിങ്. നമുക്കിത് നമ്മുടെ നാട്ടിലൊക്കെ ഇത് കുറവാണ്. ഇവർ ട്രക്കിങ്ങിന് 25 കിലോമീറ്റർ, 30 കിലോമീറ്റർ, 250 കിലോമീറ്റർ വരെയുള്ള ട്രക്കിംഗ് സ്പോട്ടുകൾ ജർമ്മനിയിലുണ്ട് എന്നാണ് അവർ പറയുന്നത്. നമ്മൾ ഗൂഗിൾ നോക്കിയപ്പോഴും അത് കറക്റ്റാണ്. ഇതിപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 15 to 20 കിലോമീറ്റേഴ്സ് ഉള്ള ഒരു ട്രക്കിംഗ് സ്പോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. എത്ര കംപ്ലീറ്റ് ചെയ്യാൻ? അതെ, എന്തായാലും മാക്സിമം നമ്മൾ നോക്കും. പിന്നെ ഇവിടെ വന്യമൃഗങ്ങളൊക്കെ ഉള്ളതാണ്. എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്കിനി ബാക്കി വീഡിയോയിൽ കാണാം. അതെ. അകത്തൊരു വണ്ടി പോകും തോന്നുന്നു അല്ലേ? രസമുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഒത്തിരി മേളിലെത്തി. ഇവിടെ 2 വഴിയുണ്ട്. ഇങ്ങോട്ടാണോ അതോ ഇങ്ങോട്ടോ? നിനക്ക് തോന്നുന്നത് എങ്ങോട്ടാന്നാ? മേലോട്ടായിരിക്കും. എന്തായി? കൊള്ളാം അല്ലേ? കഴിക്കാൻ പറ്റിയ സ്പോട്ട്. ദാഹിക്കുന്നുണ്ടോ? ഇച്ചിരി വെള്ളം? അയ്യോ, വെള്ളം കുപ്പി കാണുന്നില്ലല്ലോ കയ്യിലുണ്ട്. എന്നാ വെള്ളം വേണോ? എന്നാ എനിക്കുണ്ടോ? അഖിലണ്ണൻ ദൃഢപ്രജ്ഞ എടുത്തേക്കോ, ഈ താഴോട്ട് ഇറങ്ങുന്നതല്ലാണ്ട് വെള്ളം കുടിക്കത്തില്ലെന്ന്. മേളിലോട്ട് ആംബുലൻസ് വിളിക്കുന്നു. ഹൈക്കിങ് ഞാൻ ബെർലിനിൽ നിന്ന് വന്ന ആളാണ്. എന്താണ് നടക്കാൻ മുന്നോട്ട്? ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ? ഇനിയും ഉണ്ട് 20 കിലോമീറ്റർ നടക്കാൻ. ഇപ്പൊ 200 മീറ്റർ നടന്നിട്ടുള്ളൂ. ആണ്ടേ, എന്തായാലും ഇരിക്കത്തില്ല. എന്നെ പ്രതിനിധീകരിച്ച് ബെർലിനിൽ നിന്നെത്തിയ അഖിൽ ചേട്ടൻ നടക്കുന്നതായിരിക്കും. നീ ഒന്ന് ആലോചിച്ച്, ഇത്രയായിട്ട് അവൻ ബാർട്ടൻ ടാങ്ക് പോലെ നിൽക്കുന്ന ബാർട്ടൻ ടാങ്ക് പോലെ നിൽക്കുന്ന ഒരു കുഴപ്പമില്ല. മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ കാണുന്ന പോലെ സിംഗിൾ ആണ്. ആലോചനകളൊക്കെ നോക്കുന്നുണ്ട്. ചെറുക്ക ദുബായിക്കാരനായിരുന്നു, ഇപ്പോൾ ജർമ്മനിക്കാരനാണ്. പൊന്നുപോലെ നോക്കാൻ ഒരു മനസ്സുണ്ട്. നമ്മള് ലാസ്റ്റ് വീഡിയോ പറഞ്ഞ പോലെ, ലാസ്റ്റ് വീഡിയോ എന്തായിരുന്നു പറഞ്ഞു? കുറേ കാര്യം പറഞ്ഞു. അപ്പോൾ ലാസ്റ്റ് വീഡിയോ എന്തായിരുന്നു പറഞ്ഞതെന്ന് വെച്ചാൽ, ഇവിടെ വിൻ്റർ കഴിഞ്ഞ്
സമ്മർ ആവുകയാണ്. അപ്പോൾ അതിനിടയ്ക്കുള്ള സ്പ്രിങ് എന്ന് പറഞ്ഞ സീസണാണ് കറൻ്റ് ഉള്ളത്. അപ്പോൾ ഈ ടൈമിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഈ കാണുന്ന മരങ്ങളിലെല്ലാം എന്താ ഇലകൾ വരും. അപ്പോൾ ആ ഒരു പ്രതിഭാസം നടക്കുന്ന സമയമാണ്. ക്യാമറ ഓടുന്നു, ഞാൻ ഓടുന്നു. ഓടിയാൽ പിന്നെ നടക്കത്തില്ല കേട്ടോ, പിന്നെ കയറാൻ നടക്കത്തില്ല. ഓൾമോസ്റ്റ് എത്ര കലോറി ഞാൻ ചെയ്തിട്ടുണ്ട്? ഇത് ഞാൻ ഫോണിൽ നോക്കി 121. ശരി. ഏതാ വീടോ? എവിടെ? കാട്ടിലെ മൂപ്പൻ്റെ വീടാ. ഇവിടെ നമ്മളെ മറ്റേ ബാമ്പു ബോയ്സിൻ്റെ അകത്തതിൻ്റെ കൂട്ട അവസ്ഥയാവും. ഇത് കാടിനുള്ളിലേക്ക് പോകണ വഴി കേട്ടാ. എനിക്ക് പേടി, അവിടെ കരടി കാണും. പേടിയാ. അതിനകത്ത് കയറാൻ വാ. ഫെൽഷൻപാടെന്ന് പറഞ്ഞാൽ എന്താ? അതുവഴി പോവാന്നല്ലേ? അത് നമുക്ക് പോവാം. നമുക്ക് 5 മിനിറ്റ് ഔട്ട് ഇരിക്കാം വേണമെങ്കിൽ. നിനക്ക് ക്ഷീണമല്ലേ? നിനക്കും അഖിലിന് ക്ഷീണമല്ലേ? എന്നെ മൃഗങ്ങൾക്ക് തിന്നാൻ കൊടുക്കാല്ലടി. അതല്ലാതെ ആരാണ് ഇവിടെ കൊണ്ട് ഇതൊക്കെ പണിഞ്ഞു വെച്ചത്? മാപ്പോ ആ ഇത് കണ്ടോ, ഓരോ പോയിന്റ് കണ്ടോ? ആ നമ്മളിപ്പം ബുർഗർ വാൾഡ് ഇത് സുട്ടാവില്ല മെയിൻ്റെ മെയിൻ്റെ ഇതിൻ്റെ ഹിസ്റ്ററി ഒക്കെയാണ് തോന്നുന്നത് ഇവിടെ എഴുതി വെച്ചെങ്ങനെ. എവിടെ എവിടെ ശരിയാ. ഇത് 9 നമ്മൾ 9 ആടെ. ഇത് നോക്ക്, നല്ല ഈ വിന്റർ ടൈമിലാണെന്ന് തോന്നുന്നല്ലേ? ആണ്ടെ വെള്ളമൊക്കെ ഇവിടെ വെച്ചേക്കുന്ന ആരോ. ഇതെന്താന്ന് ജസ്റ്റ് വായിച്ചിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ പറയാം. ഇത് വായിച്ചപ്പോൾ മനസ്സിലായെന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ എന്തോ ഒരു ആക്ഷനെ പറ്റിയാണ് പറയുന്നത്. ഏതാണ്ട് അഡ്സിഷ് പ്രൈവറ്റ് ഹെൽപ്പ് ലൈൻ ഉണ്ട്, ഹെൽപ്പ് ഫോർ പ്ലാന്റ്സ് ഇൻ ഹെർബർഷിപ്പ്. ഏകദേശം 80 വോളണ്ടിയേഴ്സ് അവരുടെ സഹായത്തോടെ ഈ കാണുന്ന ഇവിടെ 4000 ട്രീസ് വെച്ച് പിടിപ്പിച്ചെന്നാണ് തോന്നുന്നു ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്തൊക്കെയോ അല്ലാതെ എഴുതിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നി ഇവരാണ് അത് ചെയ്തത്, ഈ ടീം. അപ്പാപ്പന്മാർ കണ്ടോ? എന്തായാലും കൊള്ളാം, രസമുണ്ട്. താഴോട്ട് പോവാം. നമുക്ക് കാടിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാം. നീ റെസ്റ്റ് എന്തായി? നിന്റെ ക്ഷീണം മാറിയോ? ആണോ? അല്ല ക്ഷീണം കൊണ്ടല്ലോ അല്ലേ? അഖില് നിനക്ക് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞേ? വേണ്ട. അഖില് കൂടുതൽ സ്ട്രോങ് ആണെന്ന് തെളിയിക്കുകയാണ് വീഡിയോയ്ക്ക് അത് കേട്ടോ. അങ്ങനെ നല്ല കല്യാണം കിട്ടാൻ വേണ്ടി നമ്മുടെ ബ്ലോഗിൽ കൂടി നമ്മളൊരു മാട്രിമോണിയും കൂടി നമ്മുടെ സൈഡിൽ കൂടി തുടങ്ങാം. അതാണ് നമ്മുടെ മെയിൻ കണ്ടന്റ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിടത്ത് കൂടി കാടിൻ്റെ അകത്തേക്ക് പോവുകയാണ്. ഇത് നോക്ക്, അവിടെ ഒരു ബ്ലൂ മാർക്കിങ് കണ്ടോ മരത്തിലൊക്കെ.
ഉണ്ടോന്നും അറിയില്ല, ഞങ്ങൾ പോകും. ഈ ബ്ലൂ മാർക്കിംഗ് വഴി ആരോ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണെന്ന് തോന്നുന്നു, ഇത് ഈ പൊക്കോന്ന്. അതോ ഇത് വഴി പോകരുതെന്നാണോ? എല്ലാ മരത്തിലും ഉണ്ട് രണ്ട് സൈഡിൽ. സാധാ വഴി കൂടി വന്ന് ഇപ്പൊ കല്ലും മുള്ളും നിറഞ്ഞ വഴിയായി കേട്ടോ. ഇത് മറ്റേ മഞ്ഞുമൽ ബോയ്സിന്റെ അവസ്ഥയാവുമോ? സുഭാഷേ, സുഭാഷേ, സുഭാഷേന്ന് വിളിക്കുന്ന പോലെ. അഖില ഇറങ്ങി പോണോ? ഞാൻ ഇല്ലേ, നീലവര കഴിഞ്ഞു പോര്. കൊള്ളാല്ലേ? കാട്ടരുവി, കാട്ടരുവി. ഇച്ചിരി കൂടി അങ്ങോട്ട് വാ. നല്ല ഇപ്പൊ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴ് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ മനസ്സിലായി? എന്താ മനസ്സിലായി? എന്താ മനസ്സിലായി? അങ്ങനെ നമ്മൾ കുറേ വീഡിയോസിനകത്ത് ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഓരോരോ അവിടെ ഇവിടെയുള്ള അല്ലേ ടൂറിസ്റ്റ് സ്പോട്ടിലാണ് പോയത്. ഇപ്പം നമ്മളുള്ളത് ദ റിയൽ ബ്ലാക്ക് ഫോറസ്റ്റിലാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലം ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് ഒരു 8 മിനിറ്റേ ഉള്ളൂ, തൊട്ടടുത്താണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ വീട് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞൊരു വില്ലേജ് ടൈപ്പ് ഒരു ഏരിയയിലാണ്. ബ്ലാക്ക് ഫോറസ്റ്റിനാൽ സറൗണ്ട് ചെയ്യപ്പെട്ടിരുന്ന ഒരു ഏരിയയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. നമ്മൾ ഈ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടിലെ നമ്മുടെ കേക്ക് വിചാരിക്കും. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ട്, വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ട്. ആ റിയൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റിയൽ ഉത്ഭവ സ്ഥാനം ഇവിടെ അല്ലേ? അതായത് ടേസ്റ്റ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അടുത്ത വീഡിയോസിനകത്ത് നമുക്ക് കേക്കിനെ പറ്റിയൊക്കെയുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കേക്ക് 1915 തോന്നുന്നു. ഞാനിങ്ങനെ ജസ്റ്റ് ഗൂഗിൾ ചെയ്തപ്പം 1915 അത് ഇത് ചെയ്തത് ഫസ്റ്റ് ആദ്യമായിട്ട് ഉണ്ടാക്കിയ ആളുടെ പേരെന്തോ ഒരു വല്ലാത്ത പേരാണ്, എനിക്ക് ഓർമ്മയില്ല. പിന്നെന്താണ് ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് ഇത് വരാൻ കാരണമെന്ന് പറഞ്ഞാൽ ആ കേക്കിനകത്ത് ഇട്ടേക്കുന്ന ഓരോ സാധനങ്ങളുണ്ടല്ലോ, ചെറിയൊക്കെ അതൊക്കെ ഈ ബ്ലാക്ക് ഫോറസ്റ്റ് ഈ കാട്ടിനകത്തു നിന്ന് പോയി പറിച്ചു. അതായത് നമ്മള് കയറാശി ഇവിടെ നമ്മൾ വന്നില്ലായിരുന്നു. അപ്പം നമുക്ക് നോർമലി കടയിൽ കിട്ടുന്ന മറ്റേ കൃഷ്ണൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ചെറി. അതിന്റെ ഫുള്ള് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് ഇതിനകത്താണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു 1 year ആവുന്നേ ഉള്ളൂ ഇവിടെ താമസിക്കാൻ വന്നിട്ട്. പക്ഷെ അതിന് മുന്നേ ഞങ്ങളിവിടെ ട്രിപ്പിന് വന്നപ്പോഴത്തേക്കും ഫുള്ള് ഇതിന്റെ ഫാമും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതാണ് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെയും ബ്ലാക്ക് ഫോറസ്റ്റ് കാടിൻ്റെയും ഒരു ഇത്. ഈ കാട്ടിൽ നമ്മളിപ്പോൾ ഇത്രയും ഫൺ മോഡായിട്ട് വന്നു. ശരിക്കും പറഞ്ഞാൽ ഈ കാട്ടിൽ മറ്റേ ഇതുണ്ടല്ലോ, എന്താണ് വോൾഫ്സ്, അതായത് കുറുക്കന്മാരെ വേറൊരു ടൈപ്പ്. കുറുക്കനല്ല വോൾഫ് എന്ന് പറയുന്നത്, കുറുക്കൻ ഫോക്സ് അല്ലേ? ഓക്കെ. അത് പിന്നെ മാനുകൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ആന അങ്ങനെ ഉള്ള സാധനമൊന്നുമില്ല നമ്മുടെ നാട്ടിലെ പോലെ. പിന്നെ ഇതൊക്കെ ഉണ്ട്, മാന് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. പിന്നെ ഇപ്പം ഞങ്ങളും ഉണ്ട്. ഓക്കെ. ഇത് കണ്ടോ നിങ്ങൾ, പീന്ന് എഴുതിയേക്കുന്നത് ഒരു ബ്ലൂ മാറിയോണ്ട് ഇവിടെ പീന്ന് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകരുതെന്നാണ്. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ ആയിരിക്കും, പോവരുത്. നല്ല നല്ല വഴികളുണ്ട് പോകാൻ. ഇതിന്റെ ഇടയ്ക്കൂടെ ഇറങ്ങി തിരിച്ചല്ല, ഇങ്ങോട്ട് വാ. ഈ നടത്തി എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി തിരിച്ച് വീട്ടിലെത്തിയില്ല എന്നുണ്ടെങ്കിൽ. നീ എന്തെങ്കിലുമൊക്കെ പറയുന്നേ? ആ ഫോൺ അറിയില്ല, എന്തേലും പറ്റിക്കഴിഞ്ഞാൽ ആ ഫോൺ എൻ്റെ കയ്യിലല്ലേ. ഞാൻ ഫോൺ എടുത്ത് കാട്ടിലെത്തി. നമുക്ക് കുറച്ചേരം ഇവിടെ ഇരുന്നാലോ? ഇവിടെ നല്ല പച്ചപ്പൊക്കെ ഉണ്ട്, പച്ചപ്പ്. അടുത്ത തവണ നമ്മൾ വരുമ്പം കാട്ടിലൊരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യണം അല്ലേ? ആണ്ടേ, അതിനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ജസ്റ്റ് ഒരു തീപ്പെട്ടി കൊണ്ടുവന്നാൽ മതി വീട്ടിൽ നിന്ന്. ഓക്കെ, ഇനി നമ്മൾ ബാഗിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് കഴിച്ചാലോ? ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ബാഗ് എടുക്കാതെ നീ എന്താ പറഞ്ഞേ? ബാഗ് എന്തിനാ എടുക്കുന്നത്? വെള്ളം എന്തിനാ എടുക്കുന്നത്? ഞാൻ സ്നാക്സ് എടുത്തായിരുന്നു.
അത് ബാഗിലുണ്ട്. എന്താണ് കറക്റ്റ് പറഞ്ഞാല് കറക്റ്റ് പറയുന്നവർക്ക് അതായിരിക്കും. അല്ല ബന്നായിരിക്കും. ബെന്ന് പാർലേജി ബിസ്ക്കറ്റോ? എന്താ എനിക്ക് തോന്നുന്നേ? പാർലേജി ബിസ്ക്കറ്റ്. അയ്യോ ആ സന്തോഷം കണ്ടോ, ഞാനൊന്നും എടുത്തില്ല. അങ്ങനെ നീണ്ട ട്രക്കിങ്ങിന് ശേഷം ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ കയറിയപ്പോൾ വിചാരിച്ചത് ഇതിൻ്റെ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലോട്ട് പോകാമെന്നായിരുന്നു. പക്ഷേ അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇതിങ്ങനെ കിലോമീറ്ററോളം കിടക്കുകയാണ്. ഓൾമോസ്റ്റ് 20-25 കിലോമീറ്റർ ഉണ്ട് അപ്പുറത്തെ സൈഡെത്താൻ. എന്തായാലും അത് നടക്കത്തില്ല. അപ്പം ഞങ്ങൾ തിരിച്ച് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. എന്താടാ? അതെന്താ അവിടെ? ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോഴാണ് അങ്ങോട്ട് പോയപ്പോൾ ഇത് കണ്ടില്ല. എന്തോ ഒരു സ്പോട്ട്, ജർമ്മനി ആണല്ലോ. ഇങ്ങനെ ബങ്കറോ അങ്ങനെയുള്ള എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അറിയില്ല. എന്തിനാ? അങ്ങനെ നമ്മൾ നടന്ന് തിരിച്ചിറങ്ങി. തിരിച്ച് നമ്മുടെ യാത്ര കഴിഞ്ഞ് തിരിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇതുപോലൊരു ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഇത് ചെറിയൊരു 4-5 വീടുകൾ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഇവിടുന്ന് ഒരു 10 മിനിറ്റ് താഴെ ഉള്ളൂ നമ്മൾ താമസിക്കുന്നത് അവിടാണ്. പക്ഷേ അത് ഇത്രയും ഇങ്ങനത്തെ ഒരു ഏരിയ അല്ല, ഇച്ചിരി കൂടി പോപ്പുലേറ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അങ്ങനെ ഇന്നത്തെ ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് താഴെ എത്തി. ട്രക്കിങ് എങ്ങനെ പോയാലും എല്ലാം കൂടി ടോട്ടൽ 17-18 കിലോമീറ്റർ വരും. ഞങ്ങൾക്ക് അത്രയൊന്നും പോകാൻ പറ്റില്ല. ഒരു 6-7 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഞങ്ങള് തിരിച്ചു പോകാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായി. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ഞങ്ങൾ വീണ്ടും കാണാം. ബൈ. ബൈ. ഓക്കെ.